നമ്മുടെ അർജുനായുള്ള തെരച്ചിൽ അടുത്തയാഴ്ച പുനരാരംഭിക്കും എന്നാണ് ഞങ്ങളുടെ ബാംഗ്ലൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗംഗാവലി പുഴയിലെ തെരച്ചിലിന് ഡ്രഡ്ജർ ഈ മാസം 15-ാം തീയതിക്ക് ശേഷമായിരിക്കും എത്തിക്കുക. കാറ്റും മഴയും തിരയുടെ ഉയരവും നിരീക്ഷിച്ച ശേഷമാകും തീരുമാനം. 3 ദിവസത്തെ തെരച്ചിലാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടത്. എന്നാൽ ഗംഗാവലി പുഴയിൽ 7 ദിവസത്തിലധികം ഡ്രഡ്ജിംഗ് വേണ്ടിവരുമെന്നാണ് കമ്പനി പറയുന്നത്. AP നദീറ നമുക്കൊപ്പം ചേരുന്നു. നദീറ, വെരി ഗുഡ് മോർണിംഗ്. ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. കാലാവസ്ഥ ഇങ്ങനെ മാറുന്നതനുസരിച്ച് ഡ്രഡ്ജർ എത്തിക്കുന്നതിനുള്ള കാലതാമസം ഉണ്ടാവുന്നു. ഡ്രഡ്ജർ എത്തിച്ചാലും 3 ദിവസം കൊണ്ട് തീരില്ല. 7 ദിവസത്തോളം ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തിയാൽ മാത്രമേ എന്തെങ്കിലും സൂചനയുണ്ടാവൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എന്നത്തേക്ക് ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. AP നദീറ, ഗുഡ് മോർണിംഗ് അരുൺ. ഈ അനിശ്ചിതത്വം എന്നു നീങ്ങുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഇന്നലെ ഈ ഷിപ്പിംഗ് കമ്പനിയുടെ MD-യുമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന കാര്യം 15-ന് ശേഷം മാത്രമാണ് ഒരു തീരുമാനത്തിൽ എത്താനാകുക. കാരണം ഇപ്പോൾ നമ്മൾ കരുതുന്ന പോലെയല്ല, ഒരു ചെറിയ കാറ്റ് പോലും ഈ ഡ്രഡ്ജറുമായുള്ള സഞ്ചാരത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കാറ്റിന്റെ ഗതി, മഴ, അതുപോലെ കടലിലെ തിരയുടെ ഉയരം ഇതൊക്കെ നിരീക്ഷിച്ച ശേഷം മാത്രമേ തങ്ങൾക്കൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ പറ്റൂ എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 2 ദിവസം കൂടി യെല്ലോ അലേർട്ട് ഉണ്ട്. അത് തീരുന്നതോടെ 15-ാം തീയതിക്ക് ശേഷം എല്ലാം ശാന്തമാകും. അപ്പോൾ ഡ്രഡ്ജറുമായി തിരിക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ ഷിപ്പിംഗ് കമ്പനി മാത്രമാണ് ഇനി തീരുമാനമെടുക്കാനുള്ളത്. ബാക്കി എല്ലാ തീരുമാനങ്ങളും ആയിക്കഴിഞ്ഞു. എല്ലാവരുടെയും ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞു. പോരാഞ്ഞ് ഈ ഷിപ്പിംഗ് കമ്പനി ആവശ്യപ്പെട്ട ആദ്യ ഗഡു നൽകുകയും ചെയ്തു. തുകയുടെ ആദ്യ ഗഡു നൽകുകയും ചെയ്തു. ഏകദേശം 30 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടം അവർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ഡ്രഡ്ജിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നൽകുക. എന്തായാലും ഇങ്ങനെയുള്ള എല്ലാ സാങ്കേതിക സാമ്പത്തിക തടസ്സങ്ങളും ഒക്കെ കർണാടക സർക്കാരും ജില്ലാ ഭരണകൂടവും നീക്കിയിട്ടുണ്ട്. ഇനി ഡ്രഡ്ജിംഗ് ഈ ഷിപ്പിംഗ് കമ്പനി മാത്രമാണ് ഒരു തീരുമാനം എടുക്കാനുള്ളത്. അതിന് തടസ്സമായി നിൽക്കുന്നത് പ്രതികൂല കാലാവസ്ഥയാണ്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഗോവയിൽ നിന്നാണ് ഡ്രഡ്ജർ തിരിക്കാനുള്ളത്. ഗോവയിലാവട്ടെ മേഘാവൃതമായ കാലാവസ്ഥയാണുള്ളത്. പോരാഞ്ഞ് അവിടെ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 10 കിലോമീറ്റർ പെർ ഹവർ എന്ന കണക്കാണുള്ളത്. ഇത് 3 കിലോമീറ്ററെങ്കിലും ആയി ചുരുങ്ങിയില്ലെങ്കിൽ ഡ്രഡ്ജറുമായി തിരിക്കാനാവില്ലെന്നാണ് ഈ MD ഇതിന്റെ സാങ്കേതികത്വം വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അതായത് 15-നു ശേഷം എന്തെങ്കിലും രീതിയിൽ ഈ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായും തങ്ങൾ തിരിക്കും. എന്തായാലും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത് 3 ദിവസത്തെ ഡ്രഡ്ജിംഗ് ആണ്. അങ്ങനെ 3 ദിവസത്തെ ഡ്രഡ്ജിങ്ങിന് വേണ്ടി തിരിക്കുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നഷ്ടമാണ്. അതുകൊണ്ട് 7 ദിവസമെങ്കിലും പണിയുണ്ടെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ എന്ന രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ജില്ലാ ഭരണകൂടവുമായി ഇവർ നടത്തിയിരുന്നു. അതിനെന്തായാലും സമ്മതിച്ചിട്ടുണ്ട്. 7 മുതൽ 10 ദിവസം വരെയുള്ള ഡ്രഡ്ജിംഗ് ഈ സ്ഥലത്ത് നടക്കും. ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക, അർജുനെ കണ്ടെത്തുക എന്നതാണ് കൃത്യം. എന്തായാലും എന്ത് തരം ഡ്രഡ്ജറാണ് തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം ഭാഗത്ത് ഗംഗാവലി പുഴയിലൊക്കെ ജലനിരപ്പ് കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്നിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടോ അവിടെ? തീർച്ചയായിട്ടും മഴ ഈ ശിരൂർ ഭാഗത്ത് മഴ പെയ്യുന്നതല്ല പ്രശ്നം. ഈ ഹുബ്ബള്ളി, അതുപോലെ ശിവമോഗ തുടങ്ങിയ കർണാടകയുടെ പ്രദേശങ്ങളിൽ മഴ പെയ്ത് ഈ ഗംഗാവലി പുഴയുടെ ഉത്ഭവം അവിടെ നിന്നാണ്. അവിടെ നിന്ന് മഴ പെയ്ത് ആ വെള്ളമാണ് ഈ ഗംഗാവലി പുഴയിലേക്ക് ഒലിച്ചെത്തുന്നത്. അതോടെയാണ് ഈ ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് കൂടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ശിരൂരിൽ മഴ പെയ്യുക എന്നതല്ല, അവിടെ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളിപ്പോൾ എല്ലാം ശാന്തമാണ് ശിരൂരിൽ എന്ന് കരുതുമ്പോൾ ഈ ഭാഗത്ത് മഴവെള്ളം ഒഴുകിക്കൊണ്ട് ഈ പ്രദേശത്തേക്ക് വരുന്ന രീതിയാണുള്ളത്. അങ്ങനെയാണ് അടിയൊഴുക്ക് കൂടുന്നത്. അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോൾ ഡ്രഡ്ജർ തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജർ എത്തുമ്പോഴേക്കും അടിയൊഴുക്ക് വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ അടിയൊഴുക്കിൽ ഡ്രഡ്ജറിനെ പ്രവർത്തിക്കാൻ സാധ്യമാകില്ല എന്നാണ് അദ്ദേഹം സാങ്കേതികമായി വിശദീകരിച്ചത്. ചെറിയ കാറ്റ് പോലും, കാറ്റിന്റെ വേഗം കൂടുന്നത് പോലും ഈ ഡ്രഡ്ജറും കൊണ്ട് തിരിക്കുന്നതിന് സാധ്യമാകാതെ വരും. ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസമെങ്കിലും എടുത്തായിരിക്കും ഗോവയിൽ നിന്ന് കാർവാർ കടന്ന് ഈ ശിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തേണ്ടത്. അതിന് അത്രയും സമയമെടുക്കും, 30 മണിക്കൂർ വരെ സമയമെടുക്കുമെന്നും ഈ ഷിപ്പിംഗ് കമ്പനി വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ സാങ്കേതിക തടസ്സങ്ങളും നീങ്ങിയാൽ മാത്രമേ അവർ അയച്ചു വന്ന ചിത്രപ്രകാരം ആ ഡ്രഡ്ജർ നമുക്ക് കാണാവുന്നതാണ്. അതിനകത്തെ ഈ JCB-യും അതുപോലെ ക്രെയിനും എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു വെസലാണ് ഇത്. ഈ വെസലാണോ അവിടേക്ക് എത്തുന്നത്? തീർച്ചയായും ഈ
ഷിപ്പിംഗ് കമ്പനി നമുക്ക് പങ്കിട്ട ഒരു ഫോട്ടോയാണത്. ഈ ഡ്രഡ്ജറാണ് എത്തുക എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒന്ന് വേണമെങ്കിൽ ഫുൾ ഫ്രെയിം കൊടുത്ത് പ്രേക്ഷകരെ നമുക്ക് കാണിക്കാം. അടുത്തയാഴ്ച ഷിരൂരിൽ അർജുനെ തിരയാൻ വേണ്ടി എത്തുന്ന ഡ്രഡ്ജറിന്റെ ചിത്രമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഡ്രഡ്ജർ കമ്പനി ഇതേ ഡ്രഡ്ജർ തന്നെയായിരിക്കും അവിടെ എത്തിക്കുക. 30 മണിക്കൂർ ഗോവയിൽ നിന്ന് കർവാറ് കഴിഞ്ഞ് ഈ ഷിരൂർ ഭാഗത്തേക്കാണ് ഈ പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ഡ്രഡ്ജർ എത്തിക്കുക. അത് 30 മണിക്കൂർ എടുക്കും എന്ന് പറയുമ്പോൾ കാലാവസ്ഥ കൂടി പ്രതികൂലമല്ലെങ്കിൽ മാത്രമേ സാധ്യമാവൂ. അതിന് നീളം തന്നെ നോക്കൂ. ഒരു വലിയ വെസലാണ്, ഒരു മിനി കപ്പലിൻ്റെ വലിപ്പമുണ്ട് ഈ ഡ്രഡ്ജറിന്. അത്രയും വലിപ്പമുള്ള ഈ ഡ്രഡ്ജറാണ് അർജുനെ തിരയാൻ വേണ്ടി ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കേണ്ടത്. സാങ്കേതിക തടസ്സമെല്ലാം നീങ്ങി, പക്ഷേ ഇനി അറിയേണ്ടത് കാലാവസ്ഥയിലെ മാറ്റമാണ്. താങ്ക് യു AP നദീറ. നമുക്ക് നോക്കാം, അടുത്തയാഴ്ച കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 15-ാം തീയതിയോടുകൂടി കമ്പനി ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരും. അതേസമയം ഗംഗാവലി പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുമോ എന്നൊരാശങ്കയിലാണ് നമ്മളുള്ളത്. അങ്ങനെ മഴ പെയ്താൽ വീണ്ടും ഒഴുക്ക് കൂടിയാൽ, നീരൊഴുക്ക് കൂടിയാൽ, അടിയൊഴുക്ക് കൂടിയാൽ ഈ ഡ്രഡ്ജർ അവിടെ എത്തുക ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും.